എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്ന സംഭവത്തെക്കുറിച്ചിട്ടാണ്. മറ്റൊന്നുമല്ല, രേണുവിനെതിരെയുള്ള ഒരു അക്ബറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പരാമർശത്തെക്കുറിച്ചിട്ടാണ്. സംഭവം ഒരു ടാസ്ക് ആയിരുന്നു, ഓമനപ്പേര് വിളിക്കുന്ന ഒരു ടാസ്ക്. അതിൽ ഓമനപ്പേരും വിളിക്കാം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുമല്ലേ ഇടം പേര്, വട്ടപ്പേരെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയും ഒരു പേര് വിളിക്കാം. അപ്പോൾ ആ ഒരു ടാസ്കിൽ അക്ബർ വന്നിട്ട് രേണുവിനെ വിളിച്ചൊരു വട്ടപ്പേരുണ്ട്, അതായത് സെപ്റ്റി ടാങ്ക് എന്ന്. അപ്പോൾ അതേക്കുറിച്ചാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയെ എത്രത്തോളം മോശമായിട്ട് വിളിക്കാം, അത്രത്തോളം താഴേക്ക് നിന്നാണ് അക്ബർ ഇങ്ങനെ ഒരു പേര് വിളിച്ചിരിക്കുന്നത്. ശരിക്കും നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ആർക്കെങ്കിലും ആരെയെങ്കിലും സെപ്റ്റി ടാങ്ക് എന്നൊരു വട്ടപ്പേര് വിളിച്ച് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്നോളം കേട്ടിട്ടുണ്ടോ? ശരിക്കും അത് അക്ബർ ചെയ്തത് ഒട്ടും ശരിയായില്ല. എന്തായാലും രേണു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്നതിന് ശേഷം ഒരിക്കൽ പോലും സെപ്റ്റി ടാങ്ക് ആണ് എന്ന് ഒരാൾക്ക് പറയാൻ തോന്നത്തക്ക രീതിയിൽ ഉള്ള യാതൊരു വിധത്തിലുള്ള പ്രകടനങ്ങളും അവിടെ കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു വഴക്കൊക്കെ ഉണ്ടായിട്ട് അന്ന് ഒത്തിരി വായും ബഹളമൊക്കെ അഭിശ്രീയുമായിട്ട് ഉണ്ടായി എന്നുള്ളൊരു വിഷയം ഒഴിച്ചു കഴിഞ്ഞാൽ രേണു അവിടെ വലുതായിട്ട് രേണുവിന് വലിയ റോളൊന്നും ഇതുവരെയും ചെയ്തു തുടങ്ങിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവിടെ ഇവിടെയൊക്കെ ചില സമയത്ത് ഇല്ല, മഴയത്ത് കുമ്മിള് മുളച്ച് വരുന്ന കണക്ക് വല്ലപ്പോഴും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കാണാറുണ്ട് എന്നല്ലാതെ രേണുവിനെ ഭയങ്കര ഇതായിട്ടൊന്നും കാണുന്നില്ല. എന്നാൽ ചില സമയങ്ങളിൽ മാത്രം രേണു എന്തെങ്കിലുമൊക്കെ ചളി അടിച്ചുകൊണ്ടെങ്കിലും പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ ഇതുവരെയും രേണുവിന് ഒരു വ്യക്തമായ ഗെയിം പ്ലാൻ ഉള്ളതായിട്ട് തോന്നിയിട്ടുമില്ല. അപ്പോൾ അക്ബർ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് സംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിന് പുറത്ത് വച്ചിട്ടുള്ള രേണുവിൻ്റെ ഓരോന്നും രേണുവിൻ്റെ ആ ഒരു ക്യാരക്ടറും സംഭവങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയത് മനസ്സിൽ വെച്ചിട്ടാണ് അപ്പോൾ അവിടെ വന്നിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അത് വളരെ മോശമായി പോയി. എന്തെല്ലാം വിളിക്കാനുണ്ട്, എന്തെല്ലാം. പക്ഷേ രേണു പകരമായിട്ട് അയാളെ വിളിച്ചതെന്ന് പറഞ്ഞാൽ വേട്ടപ്പെട്ടി എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പോടാ വേട്ടപ്പെട്ടി എന്നുള്ള രീതിയിൽ വേട്ടപ്പെട്ടി എന്നായിരുന്നു പേരിട്ടിട്ടുണ്ടായിരുന്നത്. പോടാ വേട്ടപ്പെട്ടി എന്ന് വിളിച്ചിട്ടില്ല, പക്ഷേ വേട്ടപ്പെട്ടി എന്നാണ് തിരിച്ച് അക്ബറിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലരും പറയും, അപ്പോൾ രേണു തിരിച്ച് വിളിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന്. അങ്ങനെയല്ല. ഞാൻ രേണുവിനെതിരെ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പറയുകയും ചെയ്യും, ഇനിയും റിയാക്ട് ചെയ്യും. അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ എന്ന് കരുതി ഒരു നല്ല പ്രവൃത്തി കണ്ടാലും നല്ലതെന്ന് പറയും, മോശം കണ്ടു കഴിഞ്ഞാൽ മോശം എന്ന് പറയും. അതാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ ആ രേണുവിനെ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലേഡിയാണ്. നമ്മളെ ആരെങ്കിലും ഇപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായാലും എന്തിൻ്റെ ഭാഗമായാലും സെപ്റ്റി ടാങ്ക് എന്ന ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ അയാൾ വിളിക്കുന്ന സമയത്ത് തന്നെ രേണുവിൻ്റെ മുഖം മാറിയൊരു പോക്ക് നമ്മൾ കണ്ടതാണ്. ശരിക്കും വിഷമം തോന്നി അത് കേട്ടപ്പോഴത്തേക്ക്. അവർക്കെതിരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് റിയാക്ഷൻ വീഡിയോകളും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു വിളി പറഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്ത വിഷമം തോന്നി. രേണുവിനത് നന്നായിട്ട് ഫീൽ ചെയ്തു. രേണു അത് തന്നെത്താനേ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്നാലും എന്നെ എന്തിനാണ് അങ്ങനെ ഒരു പേര് വിളിച്ചത്? ഇന്നോളം എന്നെ അങ്ങനെ ആരും വിളിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല, ആരും എന്നെ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ. ശരിക്കും അവരെ ഡാഗിനി അമ്മൂമ്മ അന്ന് തലേ ദിവസം നമ്മുടെ നവീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അവരതൊരു വലിയ വിഷയമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ അവർക്ക് വിഷമമായി. അവർ പലപ്പോഴും പറയാറുണ്ട്, അവരെ ഒരുപാട് ആളുകളും ബോഡി ഷെയ്മിങ് ചെയ്യാറുണ്ട്. ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിൻ്റെ വിപരീതമായിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ബോഡി ഷെയ്മിങ് ഒരു വ്യക്തിയെ ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുപോലും ആളുകൾ നടത്തിയിട്ട് പോലും റിയാക്ട് ചെയ്യാത്തൊരു പുള്ളിക്കാരത്തിയാണ്. പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്ക് രേണു തകർന്നടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ അവർ മാനസികമായിട്ട് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു വിളി. അത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ ആ ഒരു വിളിയെ അവരുടെ ഗെയിം ആക്കി എടുത്തതുമാവാം. രണ്ട് രീതിയിൽ പറയാം.
ഒന്നുകിൽ ആ ഒരു അക്ബറിൻ്റെ ആ ഒരു വിളിയെ അവർക്ക് വല്ലാതെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വിളിയിൽ പിടിച്ച് അവർ ഗെയിം പ്ലാൻ ആക്കി എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടായാലും അക്ബർ ചെയ്തത് തെറ്റ് തന്നെയാണ്. രേണു തിരിച്ചു വിളിച്ചത് നല്ലൊരു വാക്കല്ല, എന്നാൽ പോലും അധികം മെയ്തയായിപ്പോയി ഈ ഒരു വിളി എന്ന് പറഞ്ഞാൽ. ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി അവരെ തീട്ടക്കുഴി എന്ന് വിളിക്കുന്നതിൽ പരം അപമാനം എന്താ അവർക്ക് വരാനായിട്ടുള്ളത്? അതുപോലെ തന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ആദില നൂറ അവർ അനീഷിനെ വിളിച്ചത് മിസ്റ്റർ അപ്പി എന്നായിരുന്നു പേര് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ആ ഒരു വിളി കേൾക്കാൻ പിന്നെയും ഒരു തീട്ടം എന്നാണ് പറഞ്ഞതെങ്കിൽ പോലും ആ ഒരു വിളിക്ക് പിന്നെയും ഒരു അന്തസ്സുണ്ട്. അതിനേക്കാളും മോശമായിട്ടുള്ളൊരു വിളിയായിപ്പോയി ഇതെന്ന്. പക്ഷേ അതൊക്കെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം അക്ബർ ആണെങ്കിൽ പിന്നീട് ടെൻഷനായി, അയ്യോ പുറത്ത് ഞാൻ നെഗറ്റീവായി കാണുമോ എന്തോ, ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടോ എന്തോ. കാരണം അക്ബറിനെ അറിയാം, രേണുവിന് പുറത്ത് ആരാധകരും ഒരുപാടുണ്ട്, അതുപോലെ ശത്രുക്കളും ഒരുപാടുണ്ട്. അപ്പോൾ ഈ ആരാധക വൃന്ദങ്ങളുടെ ഇടയിലായാലും ശത്രുക്കളുടെ ഇടയിലായാലും രേണുവിന് ഒരു സിമ്പതി നേടിക്കൊടുക്കാൻ ഈ ഒരു വിളിയെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു ചിന്ത അക്ബറിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്ബർ കണ്ണാടിയുടെയൊക്കെ മുന്നിൽ വന്നിട്ട്, കണ്ണാടിയല്ല ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് രേണുവിനോട് ഞാൻ സോറി പറയും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ ലാലേട്ടൻ ചോദിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആരെയും പറയുന്നത് ശരിയല്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്കിതാണ് പറയാനുള്ളത്. പിന്നെ രേണുവിൻ്റെ ഗെയിമെന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും ഓണായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. രേണു ഇവിടെ നിന്ന് പോയപ്പോൾ വലിയൊരു ഓളമൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും അത്രയ്ക്ക് ഒന്നും രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. രേണു ഇനിയെങ്കിലും നല്ല വൃത്തിക്ക് കളിച്ചു തുടങ്ങുക. രേണുവിന് അഭിപ്രായങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാവുന്നൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് എങ്ങും ഇല്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുകയാണെങ്കിൽ അവരുടെ ഗെയിമിന് മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ സാധാരണ ആളുകളെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കളിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. സപ്പോർട്ട് കിട്ടാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഔട്ടായി പോവേണ്ടി വരും. അതുകൊണ്ട് ഇനിയെങ്കിലും ഗെയിം ഒന്ന് ഓണാക്കുക എന്നാണ് പറയാനുള്ളത്. വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ രേണുവിനെ അനുകൂലിച്ചിട്ട് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ കുറേ ആളുകൾ പറയും PR വർക്കാണെന്ന് പറയും. ഒരിക്കലും അല്ല, അങ്ങനെ PR വർക്ക് ചെയ്യേണ്ട അവസ്ഥയൊന്നും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഒരിക്കലും ആർക്കു വേണ്ടിയും PR വർക്ക് ചെയ്യാനും ഉദ്ദേശിച്ചിട്ടില്ല. ഇന്നിപ്പോൾ രേണു ഒരു നന്മ കാണിക്കുകയാണെങ്കിൽ ഞാനത് നന്മയെന്ന് തന്നെ പറയും. എന്ന് കരുതിയിട്ട് അവരൊരു തിന്മ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വലിച്ച് കീറുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ബൈ.